Okay. അപ്പൊ നമ്മള് മൾട്ടിപ്ലിക്കേഷന്റെ വേർഡ് പ്രോബ്ലംസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 96 എടുത്ത എല്ലാരും. അതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം മിസ്. Bags containing potatoes are placed in 4 rows. Each row has 24 bags. Each bag contains 125 kilogram of potatoes. What is the total weight of potatoes in all the bags? എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം ക്വസ്റ്റ്യൻ. Bags containing potatoes are placed in 4 rows. Each row has 24 bags. Each bag contains 125 kilogram of potatoes. What is the total weight of potatoes in all the bags? Question വല്ലതും മനസ്സിലായോ? Question വല്ലതും മനസ്സിലായോ? മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അന്നേരം പെട്ടെന്ന് മനസ്സിലാവും. എന്താ പറയുന്നത്? ബാഗ്സ് കണ്ടെയ്നിങ് പൊട്ടറ്റോസ് ആർ പ്ലേസ്ഡ് ഇൻ 4 rows. പൊട്ടറ്റോസ് നിറച്ചിട്ടുള്ള ബാഗ് അതെവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്? 4 റോസിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. റോസ് എന്ന് പറഞ്ഞാല് റോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെയാണ് റോ. ഓക്കെ, എങ്ങനെയാ റോ? ഇങ്ങനെ വരുന്നതിനാണ് റോ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്നതിന് എന്ത് പറയും? ഇങ്ങനെ വരുന്നതിനെ കോളം എന്ന് പറയും. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ലൈനിനെ റോ എന്നും വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ലൈനിനെ കോളം എന്നും പറയും. അപ്പൊ ബാഗ്സ് എങ്ങനെയാ വെച്ചിരിക്കുന്നത്? 4 റോസിലായിട്ട് വെച്ചിട്ടുണ്ട്. 4 റോ, 4 റോകളിലായിട്ട് പൊട്ടറ്റോസ് നിറച്ച ബാഗ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു റോയില് എത്ര ബാഗ്സ് വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. ഓരോ റോയിലും 24 ബാഗ്സ് വെച്ചിട്ടുണ്ട്. 24 ബാഗ്സ് വെച്ചിട്ടുണ്ട്. 4 റോ ഉണ്ട്. ഒരു റോയിൽ 24 ബാഗ്സ് ഉണ്ട്. 24 ബാഗിലെ ഒരു ബാഗില് എത്ര കിലോയാ? 125 കിലോ. എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? പൊട്ടറ്റോ നിറച്ച ബാഗ് 4 റോയിലായിട്ട് വെച്ചിട്ടുണ്ട്. 4 റോയിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു റോയില് 24 ബാഗ്സ് ഉണ്ട്. ഒരു ബാഗിന് 125 കിലോയും ഉണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ബാഗ്സ് ആർ പ്ലേസ്ഡ് ഇൻ, ബാഗ്സ് എത്ര റോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്? പ്ലേസ്ഡ് ഇൻ 4 rows. ഒരു റോയിൽ എത്ര ബാഗ്സ് ഉണ്ട്? 1 row is equal to 24 bags. ഒരു റോയിൽ 24 ബാഗ്സ് ഉണ്ട്. 1 ബാഗ് എന്ന് പറയുന്നത് 1 bag is equal to 125 kilogram.
ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഈസ് ദി ടോട്ടൽ വെയിറ്റ് ഓഫ് പൊട്ടറ്റോസ് ഇൻ ഓൾ ദി ബാഗ്സ്? എല്ലാ ബാഗിലും കൂടിയുള്ള പൊട്ടറ്റോസിന്റെ വെയിറ്റ് എത്രയാണ്? അതിന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ എത്ര ബാഗ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എങ്ങനെ എഴുതിയാ? ഫസ്റ്റ് നമ്പർ ഓഫ് റോസ്, number of rows is equal to 4. Ini number of bags in one row, number of bags in one row is equal to number of bags in one row is equal to 24 ആണ് തന്നിട്ടുണ്ട്. ഇനി number of bags in 4 rows. 4 റോസിൽ എത്ര ബാഗ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 4 തവണ 24 ആഡ് ചെയ്താൽ മതി. 24 plus 24 plus 24 plus 24. ഈ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 24 into 4. 4 തവണ നമ്മൾ 24 ആഡ് ചെയ്യുന്നതിന് പകരം 24 into 4. എത്ര 24 into 4? 24 into 4 is equal to 4 into 4 16. Remaining 1 into 2 into 4 8. 8 plus 1 9. 24 into 4 is equal to 96. ഇനി എന്താ തന്നിരിക്കുന്നത്? Weight of one bag. അപ്പൊ നമുക്ക് എത്ര ബാഗ് ഉണ്ട്? ടോട്ടൽ 96 ബാഗ് ഉണ്ട്. Weight of one bag is equal to 125 kilogram. Total 96 bags ഉണ്ട്. Weight of one bag is equal to 125 kilogram. അങ്ങനെയാണെങ്കിൽ total weight of bags എത്രയായിരിക്കും? Total weight of bags is equal to എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബാഗിന്റെ വെയിറ്റിനെ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 125 into 96. 125 into 96. ആൻസർ എത്ര കിട്ടും? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? 125 into 96. 5 into 6 30. Remaining 3. 2 into 6 12. 12 plus 3 15. Remaining 1. 1 into 6 6. 6 plus 1 7. 9 into 5 45. 45 and 5 the remaining 4. 9 into 2 18. 18 plus 2 20. Sorry, 18 plus 4 22. Remaining 2. 1 into 9 9. 9 plus 2 11. Add ചെയ്യുമ്പോൾ 0. 5 plus 5 10 0. Remaining 1. 7 plus 1 8. 8 plus 2 10. 0. Remaining 1. 1 plus 1 2 1. So 12,000 kilogram is the total weight of bags is equal to 12,000 kilogram. മനസ്സിലായോ ചെയ്തത്?
മനസ്സിലായോ നോക്കട്ടെ, ആർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സസൈസ് 3.5 ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് നോക്കിയാലോ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് മനസ്സിലായത് പറഞ്ഞുതരാം. ആരാ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? ദേവാഞ്ജന. ഓക്കെ, There are 45 rooms in a museum. Each room has 628 objects on display. How many objects are there in all? ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു. എന്താ മോളെ ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലായോ? നോ. No. വേറെ ആർക്കെങ്കിലും മനസ്സിലായോ ക്വസ്റ്റ്യന്റെ മീനിങ്? ആൻഡ്രോസിന് മനസ്സിലായി തോന്നുന്നു. എന്താ മോളെ പറഞ്ഞേ? ഒരു മ്യൂസിയത്തിന്റെ റൂമില് 45 ഒരു മ്യൂസിയത്തില് 45 റൂമുണ്ട്. 45 റൂമുണ്ട്. വേറെ ഒബ്ജക്റ്റില് 628 ഒബ്ജക്ട്സ് ഉണ്ട്. ഓരോ റൂമിലും 628 ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും? ദാറ്റ് ഈസ് കറക്റ്റ് മീനിങ്. ഒരു മ്യൂസിയത്തിൽ പോയിട്ടുണ്ടോ നിങ്ങള്? മ്യൂസിയം എന്ന് വെച്ചാൽ എന്താ അറിയോ? മ്യൂസിയം എന്ന് കേട്ടിട്ടുണ്ടോ? ആന്റിക് ഒബ്ജക്ട്സ്, അതായത് പുരാവസ്തുക്കള് എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസിനെയാണ് മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു മ്യൂസിയത്തില് 45 റൂംസ് ഉണ്ട്. 45 റൂംസ് ഉണ്ട് ഒരു മ്യൂസിയം. അത് വലിയൊരു ബിൽഡിംഗ് ആയിരിക്കും. ഒരുപാട് സാധനങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും, പുരാതനമായ ഒരുപാട് വസ്തുക്കൾ. ഇപ്പൊ നമുക്ക് കുഴിച്ചു കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ അവിടെ കുഴിക്കുമ്പോ ഇന്നത് കിട്ടി, ഇവിടെ കുഴിക്കുമ്പോ ഇന്നത് കിട്ടി എന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്ന പ്ലേസിനെയാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു മ്യൂസിയത്തില് 45 റൂംസ് ഉണ്ട്, 45 റൂംസ് ഉണ്ട്. ഓരോ റൂംസിലും 628 ഒബ്ജക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വലിയ റൂമായിരിക്കും. ഓരോ റൂമിലും 628 ഒബ്ജക്ട്സ്, സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ മ്യൂസിയത്തില് എത്ര ഒബ്ജക്ട്സ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെ കണ്ടുപിടിക്കും? 628നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ പോരെ? ഒരു റൂമില് 628 ഒബ്ജക്ട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 45 റൂംസിൽ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ 628നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന്റെ ആൻസർ ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് തരാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഓക്കെ, നമ്പർ ഓഫ് റൂംസ്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് നമ്പർ ഓഫ് റൂംസ് in the museum is equal to 45. ഇനി എന്താ തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് objects in each
റൂം. ഓരോ റൂമിലും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സിന്റെ എണ്ണം is equal to 628. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് objects. Total number of objects എങ്ങനെ കണ്ടുപിടിക്കും? is equal to 45 into 628. into 628. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം എന്നറിയോ? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യുന്ന ആൻസേഴ്സ് ഇല്ലേ, സ്റ്റെപ്സ് ഇല്ലേ, അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ആരും എഴുതണ്ട, ഫൈനൽ ആൻസർ ഞാനിപ്പോ കണ്ടുപിടിക്കില്ല. ഇന്നത്തെ ഹോംവർക്ക് എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇതിന്റെ ഓരോന്നിന്റെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ക്ലാസ് ടൈമില് ആരും ഒന്നും എഴുതണ്ട. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളെ നോട്ടില് ടെക്സ്റ്റ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് അതിന്റെ സ്റ്റെപ്സ് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യാ, അതിന്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഫൈനൽ ആൻസറും കൂടി എഴുതി വെക്കുക. ഇന്നത്തെ ഹോംവർക്ക് അത് മതി. ഓക്കെ, അപ്പൊ സ്റ്റെപ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മിസ് അയച്ചു തരാം. അതിന്റെ ഫൈനൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ മാത്രം നിങ്ങൾ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനും ടെക്സ്റ്റ് നോക്കിയിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അൽന. A stone pillar weighs 289 kilogram. What will be the weight of 74 such pillars? എന്താ മോളെ അതിന്റെ മീനിങ് അറിയോ? ഒരു സ്റ്റോൺ പില്ലറിന് 289 കിലോഗ്രാം ഉണ്ട്. ബാക്കി 74 പില്ലേഴ്സിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന്. ഒരു സ്റ്റോൺ പില്ലറിന്റെ വെയിറ്റ് 289 കിലോഗ്രാം ആണ്. അതുപോലുള്ള 74 പില്ലേഴ്സിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ സ്റ്റെപ്സ് എങ്ങനെ എഴുതാം? അതിന്റെ സ്റ്റെപ്സ് എങ്ങനെ എഴുതും? രണ്ടാമത്തേതിന്റെ ആൻസർ weight of one stone pillar is equal to 289 kilogram. Any weight of weight of 74 pillars is equal to 74 into 289. അപ്പൊ അതിന്റെ ആൻസറും കൂടി നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണേ. സ്റ്റെപ്സ് ഇത് നോക്കി എഴുതിയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് നോക്കിയിട്ട് എഴുതാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്ന? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഷെഫി. ഓക്കെ, വായിച്ചു. A shopkeeper sells 63 kinds of seeds on a certain day. On a
certain day he has 745 pieces of each kind of seeds. How many pieces of seeds are there in all? How many pieces of sweets are there in all? Meaning മനസ്സിലായോ? Meaning മനസ്സിലായോ? No. ആർക്കെങ്കിലും മനസ്സിലായോ meaning? No, ആർക്കും മനസ്സിലായല്ലോ. ഓക്കെ, മിസ് പറഞ്ഞുതരാം. നിങ്ങള് ബേക്കറിയിലൊക്കെ പോയിട്ടില്ലേ സ്വീറ്റ്സ് വാങ്ങാൻ? പോയിട്ടില്ലേ? അവിടെ കുറേ ടൈപ്പ് സ്വീറ്റ്സ് കാണാം അല്ലെ? ചോക്ലേറ്റ്സ് ആവട്ടെ, കേക്ക്സ് ആവട്ടെ, ബിസ്ക്കറ്റ്സ് ആവട്ടെ, അങ്ങനെ കുറേ ടൈപ്പ് സ്വീറ്റ്സ് കാണാം. അങ്ങനെ ഒരു ഷോപ്പ് കീപ്പറിന്റെ ഒരു ബേക്കറിയില് 63 ടൈപ്സ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ബേക്കറിയിൽ കയറുമ്പോ തന്നെ കാണാം കുറേ ചില്ലിന്റെ ഭരണിയില് ഓരോ ടൈപ്പ് ബിസ്ക്കറ്റോ കേക്കോ ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കാണാം അല്ലെ? അല്ലെ? അങ്ങനെ 63 ടൈപ്സ് ഓഫ് സ്വീറ്റ്സ് ഒരു ഷോപ്പിലുണ്ട്. ഇനി on a certain day he has 745 pieces of each kind of sweet. ഒരു ദിവസം അയാളുടെ കയ്യില് ഓരോ സ്വീറ്റും 745 പീസസ് വീതം ഉണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഈ ബേക്കറി ബിസ്ക്കറ്റ് അറിയില്ലേ നിങ്ങൾക്ക്? കുറെ കളറിലുള്ള ബിസ്ക്കറ്റ്. അത് ഓരോന്നും ഓരോ ഭരണിയിലല്ലേ ഉണ്ടാവുക അല്ലെ? നമ്മളിപ്പോ എല്ലാം പോയിട്ട് ഇതെല്ലാത്തിന്നും കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ വാങ്ങാം അല്ലെ? അപ്പോ ആ ഒരു ഭരണിയില് ഒരു ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്, ഇപ്പൊ ലവ് ഷേപ്പിലുള്ളതാണെങ്കിൽ ഒന്ന്, പിന്നെ നീണ്ടിട്ടുള്ളതാണെങ്കിൽ ഒരു ഭരണിയിൽ, അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ളതാണെങ്കിൽ ഒരു ഭരണിയിൽ, അങ്ങനെയല്ലേ ഉണ്ടാവുക? അങ്ങനെ ഒരു ഭരണിയില് ആ ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ് 745 എണ്ണം ഉണ്ട്. അങ്ങനെയുള്ള എത്ര ടൈപ്പ് സ്വീറ്റ് ഉണ്ട്? 63 ടൈപ്പ് സ്വീറ്റ് ഉണ്ട്. ആ ഓരോ ടൈപ്പും 745 പീസസ് വീതം ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഭരണിയില് മൈസൂർ പാക്ക് ആണെങ്കിൽ 745 മൈസൂർ പാക്ക് ഉണ്ടാവും. പിന്നെ തൊട്ടടുത്ത ഭരണിയില് വേറെന്താ? പേടയാണെങ്കിൽ 745 പീസ് പേട ഉണ്ടാവും. അതിന് വെള്ളം വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ. കൊതിയാവുന്നുണ്ടോ മൈസൂർ പാക്ക് പേട എന്നൊക്കെ പറയുമ്പോ? പിന്നെ തൊട്ടടുത്ത ഭരണിയില് ചോക്ലേറ്റ് അല്ലെങ്കിൽ കേക്കിന്റെ പീസ്, പേസ്ട്രിയോ അങ്ങനത്തെ എന്തെങ്കിലും കേക്കിന്റെ പീസ് ആണെങ്കിൽ അത് 745 പീസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ടൈപ്പ് ബിസ്ക്കറ്റ് അല്ലെ ഓരോ ടൈപ്പ് സ്വീറ്റും 745 പീസസ് വീതം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പീസ് ഓഫ് സ്വീറ്റ് ഉണ്ടാവും? അപ്പൊ 745നെ 63 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതിന്റെ ആൻസർ കിട്ടും. എങ്ങനെയാ അതിന്റെ സ്റ്റെപ്സ് എഴുതാം? എങ്ങനെ എഴുതാം? Number of kinds of sweets. Number of kinds of sweets is equal to 63. Ini number of pieces. Number of pieces of each sweet is equal to 745. എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സ്.
is equal to 745 into 63. ഇതിന്റെ ആൻസറും കണ്ടുപിടിക്കാം. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാം കേട്ടോ. ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? നാലാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? ഇതുവരെ മിണ്ടാതിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. ആരാ? ഞാൻ പറയാം. ക്രിസ്റ്റി വായിക്കൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. Can carry An ant can carry 82 grains of rice in a day. How many grains of rice can 654 ants carry in a day? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇല്ല. ആർക്കെങ്കിലും മനസ്സിലായോ? നോ. ആൻഡ് എന്ന് വെച്ചാൽ എന്താ? ക്രിസ്റ്റിക്ക് മനസ്സിലായോ ക്വസ്റ്റ്യൻ? എന്നാ പറഞ്ഞോ, എന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞോ. ഒരു ദിവസം ഒരു ഉറുമ്പ് 82 റൈസ് കൊണ്ടുപോകും. കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ 654 ഉറുമ്പുകൾ എത്ര എണ്ണം കൊണ്ടുപോകുന്നു? വെരി ഗുഡ്. അതന്നെ അതിന്റെ മീനിങ്. ഒരു ഉറുമ്പ് ഒരു ദിവസം 82 grains ഓഫ് റൈസ്, അതായത് അരിമണികൾ. ഉറുമ്പ് അരിമണി എടുത്തിട്ട് അരിമണിയും പഞ്ചസാര തരിയൊക്കെ എടുത്തിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ 82 ഗ്രെയിൻസ് ഓഫ് റൈസ് ഒരു ഉറുമ്പ് കൊണ്ടുപോകും. അപ്പൊ ഈ ഉറുമ്പുകൾക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് അവർ ഒറ്റക്കൊറ്റക്ക് പണിയെടുക്കൂല. അവർ കൂട്ടമായിട്ടേ പണിയെടുക്കുള്ളൂ. ഒരുമിച്ച് ഒരുപാട് ആളെ കൂട്ടിയിട്ട് അവർ ജോലി ചെയ്യണേ കണ്ടിട്ടില്ലേ? എപ്പോഴും ഉറുമ്പുകൾ വരി വരിയായിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഒരു ഉറുമ്പ് 82 ഗ്രെയിൻസ് അതിന്റെ കൂട്ടിൽ എത്തിക്കും. അങ്ങനെയാണെങ്കിൽ 654 ഉറുമ്പുകള്, 654 ഉറുമ്പുകള് കൂടിയിട്ട് എത്ര ഗ്രെയിൻസ് കൊണ്ടുപോകുന്നു? നമുക്ക് ഭയങ്കര നഷ്ടല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് ഉറുമ്പ് അരിമണി എടുത്തുകൊണ്ട് പോകുമ്പോ ഒരു ഉറുമ്പ് തന്നെ 82 എണ്ണം കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 654 ഉറുമ്പൊക്കെ ഈ 82 അരിമണിയൊക്കെ കൊണ്ടുപോയാൽ ഒരു 1 കിലോ 2 കിലോ ഒക്കെ ആയില്ലേ? ആവോ? ഒരുപാട് അരിയൊക്കെ നമുക്ക് നഷ്ടാവില്ലേ? എന്നാൽ നമുക്ക് എത്രയാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? 82 into 654. ഒരു ഉറുമ്പ് 82 എണ്ണം കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ 654 ഉറുമ്പുകൾ കൊണ്ടുപോകുന്ന എത്രയാന്ന് കണ്ടുപിടിക്കാൻ 654നെ 82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എങ്ങനെ എഴുതുന്നേ നോക്കാം. Number of grain one ant can carry is equal to 82. Number of grains
654 ants can carry is equal to 654 into 82. അതിന്റെ ആൻസറും കൂടി കണ്ടുപിടിക്കാം. ഓക്കെ, എന്താ ഫെഡറിന് പറയാനുള്ളത്? ഫെഡറിൻ ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന് ടൈം തീരാറായി. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന സ്റ്റെപ്സ് ഒക്കെ മിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോ ടെക്സ്റ്റ് നോക്കിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ എഴുതാം, എന്നിട്ട് അതിന്റെ സ്റ്റെപ്സ് എഴുതാം, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ആൻസറും കണ്ടുപിടിക്കാം. 4 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ ഇന്നത്തേക്ക് അത് ഹോംവർക്ക് മതി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സാമിനുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എക്സാം ഡിക്ലെയർ ചെയ്തില്ലേ? എക്സാമിന് ഏതൊക്കെയാ പഠിക്കേണ്ടതെന്ന് അടുത്ത ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.